ബൈക്കിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഈ ക്രാഷ് ഗാർഡിൻ്റെ ഒരു വ്യൂ ഇങ്ങനെയാണുള്ളത്. അതുപോലെ തന്നെ ബൈക്കിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് നമ്മുടെ രണ്ട് കാൽമുട്ടുകൾക്കും അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ ഈ ബൈക്ക് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് പർച്ചേസ് ചെയ്ത ഈ ക്രാഷ് ഗാർഡിൻ്റെ അൺബോക്സിങ്ങും ഫിറ്റിങ്ങുമാണ് ആ വീഡിയോയിൽ. എല്ലാത്തരം ബൈക്കുകൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം ക്രാഷ് ഗാർഡാണിത്. ഫെയറിംഗ് ഗ്ലൈഡർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ കട്ട് ചെയ്യുകയാണ്. അതാണ് നമ്മുടെ ഫെയറിംഗ് ഗ്ലൈഡർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ടിലാണ് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സെക്ഷൻ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് അലൂമിനിയം ആണ്. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോൾട്ടിനെ നമ്മൾ നമ്മുടെ ബാക്കിലേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഇപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടു കാണാം. അപ്പം നമ്മൾ ഇത് ബൈക്കിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഇതാണ് ഇതിൻ്റെ റെഡ് കളർ. അപ്പോൾ നമ്മൾ ഇതിനെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഭാഗത്തേക്കാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വെക്കാൻ പോകുന്ന സ്ലൈഡിങ് ഗിയർ. അപ്പോൾ ഇവിടെ ഒരു അലൻകി ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ട് അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് പ്രൊട്ടക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റെഡ് കളർ ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് ഓൾറെഡി റെഡ് കളറാണ്. അപ്പോൾ ആ റെഡ് കളറായിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ 2 ക്രാഷ് ഗാർഡുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഞാനിത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 12 mm ടീ സ്പാനറുണ്ട്. അതുപോലെ തന്നെ 12 mm ഏകദേശം ഒരു 2.5 ഇഞ്ചോളം വരുന്ന 2 ബോൾട്ടും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 12-13 സൈസിൻ്റെ ഒരു സ്പാനർ വാങ്ങിച്ചാലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയായിട്ട് ഒരു നമ്മുടെ ക്രാഷ് ഗാർഡ്, ഓൾറെഡി ഇവിടെ ഒരു ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്നു വണ്ടിയുടെ. അപ്പോൾ വണ്ടിയുടെ ക്രാഷ് ഗാർഡ് ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ ഒരു ബോൾട്ട് ഇടാൻ പറ്റും. ഇതാണ് നമ്മുടെ ക്രാഷ് ഗാർഡ്. നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു സ്പേസറിന് പകരമായിട്ട് ഞാൻ വേറൊരു വലിയ ബോൾട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിവിടെ ജസ്റ്റ് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഓൾറെഡി ഉണ്ടായിരുന്ന ക്രാഷ് ഗാർഡ് ഇരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ 12 mm സ്പാനർ, ടീ സ്പാനർ ഇട്ടതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്താൽ മതിയാവും. അങ്ങനെ ഞാനിത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു അലൻകി ബോൾട്ട് ഉണ്ട്. ഈ അലൻകി ബോൾട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ, ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കവറിങ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഈ ക്രാഷ് ഗാർഡ് പിടിപ്പിച്ചതിന് ശേഷമുള്ള ഒരു വ്യൂ ഇങ്ങനെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലെ, ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പില്ലിയൻ്റെ ഫുട്ട് റെസ്റ്റ്. അപ്പോൾ ഈ വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് മറിഞ്ഞു കഴിഞ്ഞാൽ പില്ലിയൻ്റെ ഫുട്ട് റെസ്റ്റിലും നമ്മളിപ്പോൾ പിടിപ്പിച്ച ആ ക്രാഷ് ഗാർഡിലും അതുപോലെ തന്നെ ഹാൻഡിൽ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കും ബോഡി വെയിറ്റ് പോകുന്നതാണ്. അവിടെ നമുക്ക് ഇരിക്കുന്ന ആൾക്കൊന്നും പറ്റില്ല. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാലും റൈറ്റ് സൈഡിലെ പില്ലിയൻ്റെ ഫുട്ട് റെസ്റ്റും അതുപോലെ നമ്മൾ പിടിപ്പിച്ച ക്രാഷ് ഗാർഡിൻ്റെ റൈറ്റ് സൈഡും അതുപോലെ ഹാൻഡിൽ ബാറും വണ്ടി ഈ 3 പോർഷനിലാണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അത് നമുക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ടോട്ടൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വണ്ടി മറിഞ്ഞു കഴിഞ്ഞാൽ ഇനി യാതൊരുവിധ പ്രശ്നങ്ങളും നമുക്ക് വരുന്നതല്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കുക.
അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഡയറക്റ്റ് തന്നെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.